ദിനവൃത്താന്തം 8-ാം അധ്യായം. ബെഞ്ചമിൻ്റെ സന്തതികൾ. ബെഞ്ചമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല, അഷ്ബേൽ, അഹാര, നോഹ, റാഹ. ബെലായുടെ പുത്രന്മാർ അദ്യോൻ, ഗേര, അബിദൂദ്, അബിഹുവ, നാമാൻ, അഹ്വേക്ക്, ഗോറ, ഷെഫാഹൂം, ഹൂറാം. യെദൂദിൻ്റെ പുത്രന്മാർ നാമാൻ, അഹിയ, ഗേര. ഗേബയിൽ വസിച്ചിരുന്ന ഈ കുടുംബത്തലവന്മാർ മെനാശയിലേക്ക് നാട് കടത്തപ്പെട്ടു. ഉസ്സായുടെയും അഹൂറിൻ്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹൂഷിയും ബേറ എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചു. അതിനുശേഷം ഷഹാറാമിൽ മെഹോബയുടെ ദേശത്ത് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ ഹൊദേഷീൻ, ഷോദ്, ശിബിയ, മേഷ, മിൽക്ക. യാവൂഷ്, സക്കറിയ, മിൽമ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഷൂമിൽ, മനസ്സേല്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. എൽപാലിൻ്റെ പുത്രന്മാർ ഏബേർ, ഷാം, ഷേമത്ത്, ഓനോ, ഗോദ് എന്നീ പട്ടണങ്ങൾ പണിത് ഷേമേതാണ്. അയ്യാലൂൺ നിവാസികളുടെ പിതൃകുടുംബത്തലവന്മാർ മോറിയ, ബെർമിയ, ഷേമ എന്നിവർ ഗാത്തിമാസികളെ ഓടിച്ചു കളഞ്ഞു. അഹിയ, ഷാബോത്ത്, ഷീമോർ, സെബിയ, ആമോർ, എസ്തർ, മിഖായേൽ, എഷ്ബ, യോസ എന്നിവർ ബാരിയയുടെ പുത്രന്മാരാണ്. സെബല്യ, മേഷൂർ, ഹിൻഷ, ഹേബർ, ഇഷിമറായ്, ബലായ്, യോന എന്നിവർ എൽപാലിൻ്റെ പുത്രന്മാർ. യാക്കീം, സിക്രീം, സെബ്ദി, എലിയോത്ത്, സിലേയി, എലിയോൻ, ആദായ, ബെറായ, ഷിമ്രത്ത് എന്നിവർ ഷിമ്രയുടെ പുത്രന്മാർ. ഇഷ്റോൻ, ഏബൽ, ഏലോൻ, എത്തോൻ, സിക്രി, ഹന്നാൻ, ഹന്നായിടയ, എലിയ, അന്തോനിയ, അഫേത്തിയ, പെനുവേർ എന്നിവ ഷാക്കിൻ്റെ പുത്രന്മാർ. ഷേരീം, ഷെക്കറിയ, എത്തോലിയ, ബനേഷിയ, ഏലിയ, സിമ്രി എന്നിവർ യാറോഹമിൻ്റെ പുത്രന്മാർ. തലമുറയിൽ കുലത്തലവന്മാരും പ്രമുഖരുമായ ഇവർ ജെറുസലേമിൽ പാർത്തു. ഗില്യോൻ്റെ പിതാവായ യായീറോൻ ഗിൽബിനോൻ പാർത്തു. അവൻ്റെ ഭാര്യ മാഖ, അവൻ്റെ ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂറ്, കിഷ്ബാത്ത്, നതായി, ഗാദോൻ, അഹിയ, ബേസർ. ഷിമയുടെ പിതാവായ മിക്ലോത്ത് എന്നിവർ ജെറുസലേമിൽ ചാർച്ചക്കാരായി അവരോടൊത്ത് വസിച്ചു. സാവൂളിൻ്റെ കുടുംബം. സേറിൻ്റെ മകൻ കിഷ്, കിഷിൻ്റെ മകൻ സാവൂൾ. സാവൂളിൻ്റെ പുത്രന്മാർ യോനാഥൻ, മൽക്കീഷുവ, അബിനാഥോൻ, എസ്തോൻ. അനാഥിൻ്റെ പുത്രന്മാർ മേരീബാൽ. മേരീബാലിൻ്റെ പുത്രന്മാർ മീഖ. മീഖയുടെ പുത്രന്മാർ പിസ്തോൻ, മെലേക്ക്, ആഹാസ്. ആഹാസിൻ്റെ മകൻ യോഹാം. യോഹാറിൻ്റെ പുത്രന്മാർ വെറുത്തേർ, അബ്സ്റ്റോൻ, സിമ്രി. സിമ്രിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മോസെ, ബിനേസെ, യാഹ, യെശോൻ. അസേലിൻ്റെ പുത്രന്മാർ അസ്കാം, മെക്കേൽ, ഇസ്മായിൽ, ഷെറിയ, ഓബിയ, ഹനാൻ എന്നീ 6 പേർ. അവൻ്റെ സഹോദരനായ യേശക്കിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊല, ഷവൂല്, കവൂർ. യേലാവിൻ്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു. 6 പുത്രിപുത്രന്മാർ 150 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബെഞ്ചമിൻ ഗോത്രക്കാരാണ്. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. സ്തുതിയായിരിക്കും.